നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാലേ കപടന്മാരാണ്. അവരെന്തു പറയുന്നോ അതിൻ്റെ നേർ വിപരീതം അവർ പ്രവർത്തിക്കും. അതാണ് അവരുടെ ശൈലി. ഞാനിപ്പോൾ ഓർക്കുന്നത് മൺമറഞ്ഞു പോയ മഹാനായ കലാകാരനായ ശ്രീനിവാസനെയാണ്. 35 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ ഒരു സിനിമ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തിരുന്നു, സന്ദേശം. ആ സന്ദേശം സിനിമയിൽ ശങ്കരാടി അവതരിപ്പിച്ച സഖാവ് കുമാരപിള്ള സാർ, അദ്ദേഹം രഹസ്യമായി അമ്പലത്തിൽ നിർമാല്യം തൊഴാൻ വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അത് 35 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീനിവാസൻ അത് എഴുതിയത് എന്നോർക്കണം. ഇന്നലെ സമാനമായിട്ടുള്ള ഒരു സംഭവം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലും നടന്നു. ഒരുപക്ഷെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പി ജയരാജൻ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം 5:30 മണിയോടുകൂടി ഈ ശ്രീ കുരുമ്പ ക്ഷേത്രം സന്ദർശിച്ചു. ഗൺമാനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പലരും ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു, പക്ഷേ ഗൺമാൻ തടഞ്ഞു. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് പലരും മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. താൻ വരുന്ന കാര്യം ആരോടൊന്നും പറയരുതെന്നൊക്കെ ക്ഷേത്ര ജീവനക്കാരോട് ചട്ടം കെട്ടിയിരുന്നു. പകലോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ വന്നാൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നത് അതീവ രഹസ്യമായി വൈകുന്നേരം 5:30-ക്കാണ്. പക്ഷേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ കണ്ടു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. ഒന്ന് ഓർത്തു നോക്കൂ. ദൈവത്തിനെതിരെയും വിശ്വാസങ്ങൾക്കെതിരെയും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കെതിരെയും ആചാരങ്ങൾക്കെതിരെയും ഒക്കെ ഇവർ വളരെ രൂക്ഷമായി പൊതുജനങ്ങളോടും അണികളോടും പറയും. പക്ഷേ അവരത് തന്നെ ആവർത്തിക്കും. ഒന്നോർത്ത് നോക്കൂ. ജയരാജൻ വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ ചില വഴിപാടുകളും കഴിച്ചു എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ മാസമാണ് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുമൊക്കെ വന്ന് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പിണറായി വിജയൻ്റെ ഭാര്യയും മകളും തമിഴ്നാട്ടിലെ ഒരു അമ്പലം സന്ദർശിച്ചത്, അവിടെ അമ്പലത്തിലെത്തിയത്. അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്നത് എന്താണ്? കപടതയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നമുക്ക് കൂടുതലായിട്ട് എതിർക്കേണ്ടി വരുന്നതും. ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJPയും അതുപോലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെയുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു നിലപാടോ അല്ലെങ്കിൽ അവരൊരു ചെറിയ വീഴ്ചകളോ ഒക്കെ അവർക്ക് പറ്റാം എന്നല്ലാതെ ഇത് ഏത് സമയവും വീഴ്ചയും പറയുന്നത് എന്താണോ അതിൻ്റെ നേർവിപരീതം ചെയ്യുക, സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവരൊക്കെ ചെയ്യുന്നത്, ഈ നേതാക്കളൊക്കെ ചെയ്യുന്നത്. ഈ പി ജയരാജനൊക്കെ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഏകദേശം അവസാന കാലമാകുമ്പോൾ ദൈവത്തിലേക്ക് അഭയം തേടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇവരൊക്കെ രഹസ്യമായി ഇത്തരത്തിൽ വിശ്വാസവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പലരും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ അദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അമ്പലപ്പുഴയിൽ വഴിപാട് കഴിപ്പിച്ച സംഭവമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അന്നൊക്കെ അതിനെക്കുറിച്ച് വളരെ വിമർശിച്ചിരുന്നു, അതൊക്കെ തെറ്റാണ് എന്നുള്ള തരത്തിലൊക്കെ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണ്. അത് മുതിർന്ന നേതാക്കൾ, പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവ് ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അന്തം കമ്മികൾക്ക് പോലും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്ന് നടിച്ചുകൊണ്ട് വർഗീയത പറയുകയും ആചാരങ്ങളെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ അതിലൂടെ തങ്ങൾക്ക് ആ വിശ്വാസത്തെ എതിർക്കുന്നവരുടെ പിന്തുണ കിട്ടും, അവരുടെ വോട്ട് കിട്ടും, അതുവഴി അധികാരത്തിലെത്താമെന്നുള്ളതൊക്കെയാണ് ഇവരുടെ വിചാരം. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം ഒരിടത്തും ശാശ്വതമായി നിലനിൽക്കാത്തത്. ഇതൊക്കെ കൊണ്ടാണ് കമ്മ്യൂണിസം പലയിടങ്ങളിലും തകർന്നടിയുന്നത്. എന്ത് കാരണം കൊണ്ടാണ് അവർ ഈ വിശ്വാസങ്ങളെയൊക്കെ എതിർക്കുന്നത്? ഒരാൾ ഈശ്വരനിൽ വിശ്വസിച്ചാൽ, ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ, അത് ഏത് മതത്തിൻ്റേതോ ആയിക്കോട്ടെ, ദൈവത്തിൽ വിശ്വസിച്ചാൽ അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യനെ ഒരു പരിധിയിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ അകറ്റാൻ മാത്രമേ ദൈവവിശ്വാസം ഉപകരിക്കൂ. അത് മുസൽമാനായിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കപടത കാണിക്കുന്നത്. ഈ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ തളച്ചിടുകയും പിന്നീട് അവരെ പാർട്ടിയുടെ അടിമയാക്കുകയും ഒക്കെ ചെയ്തത്. അവർക്കൊരിക്കലും പിന്നീട് പാർട്ടിയിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. എന്നാൽ ഈ നേതാക്കളുടെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. പി ജയരാജൻ്റെ ആകട്ടെ, ഇ പി ജയരാജൻ്റെ ആകട്ടെ, പിണറായി വിജയൻ്റെ ആകട്ടെ, AK ബാലൻ്റെ ആകട്ടെ, ഏത് മുതിർന്ന നേതാക്കളുടെയും മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. അവരൊക്കെ സുരക്ഷിതരാണ്. പക്ഷെ അതൊന്നും ഈ അണികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം നിങ്ങളുടെ ഈ നേതാക്കൾ ഈ പാർട്ടി ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ പുറത്തു നിന്ന് മാത്രമേ നിങ്ങളെ ഞങ്ങൾ അറിയുന്നുള്ളൂ. പക്ഷേ ഈ പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. നിങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കേരളത്തിൽ കമ്മ്യൂണിസം തകർന്നടിഞ്ഞു കഴിഞ്ഞു.
അതിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ചിലരൊക്കെയാണ് ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ. ഇനി ഒരിക്കലും കമ്മ്യൂണിസത്തിന് ഒരു തിരിച്ചുവരവുണ്ടാകില്ല. CPM ഒരു ഭരണത്തിലെത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. ഈ മൂന്നാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന മൂഢസ്വർഗത്തിലാണ് പിണറായി വിജയനും മുതിർന്ന നേതാക്കളും നിങ്ങളും ഉൾപ്പെടെയുള്ള അന്തം കമ്മികളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ജീവിച്ചത്. പക്ഷേ സാധാരണക്കാരന് പോലും അറിയാമായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസം തിരിച്ചു വരും, ഭരണം തിരിച്ചു വരും എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇനിയെങ്കിലും ഈ കമ്മ്യൂണിസത്തിൻ്റെ കപടത, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കപടത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു മനുഷ്യനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം.